നമുക്ക് കോതമംഗലം കുട്ടൻപുഴ അവിടെ ഉരുളൻ തണ്ണി എന്ന പ്രദേശത്തേക്ക് ഒന്ന് പോകണം. അവിടെ കഴിഞ്ഞ ദിവസമാണ് യുവാവിനെ ഒരു കാട്ടാന ചവിട്ടിക്കൊന്നത്. ജനങ്ങൾ വലിയ ശക്തമായ പ്രതിഷേധം അവിടെ ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നു. ഒടുവിൽ കളക്ടർ എത്തിയാണ് ജനങ്ങളെ ആശ്വസിപ്പിച്ചത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. കോതമംഗലത്തും കുട്ടൻപുഴയിലും ഇന്ന് ജനകീയ ഹർത്താൽ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. രാത്രിയിൽ സുഹൃത്തിനൊപ്പം നടന്നു പോകുമ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഈ പ്രദേശത്ത് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ 1 കിലോമീറ്റർ അകലെ മാത്രമാണ് എൽദോസ് എന്ന ആളുടെ വീട്. പാതയിൽ വഴിവിളക്കുണ്ടായിരുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് ഏതാണ്ട് 8 മണിക്കൂറോളം ഈ എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയിരുന്നില്ല. നാട്ടുകാർ പിന്നെ നടക്കും, ആര് പിന്നെ ആനെ വെട്ടിക്കൊല്ലും. 8 മണിക്കൂറോളം എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയിരുന്നില്ല. 8 മണിക്കൂറിന് ശേഷമാണ് കളക്ടറുടെ ഉറപ്പിന്റെ പുറത്ത് വിട്ടു നൽകിയത്. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്നാണ് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ പ്രദേശത്ത് 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനപ്രതിനിധികൾ, ആ പ്രദേശത്തെ MLA-മാരടക്കം അവിടെ എത്തി. ആന്റണി ജോൺ ഉണ്ട്. MLA ആന്റണി ജോണിന്റെ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ MLA-മാരടക്കം എത്തിയാണ് ഈ നാട്ടുകാരോട് സംസാരിച്ചത്. പക്ഷേ അവർ കൃത്യമായ ഉറപ്പ് കിട്ടാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ചാണ് കളക്ടർ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ഭാര്യയ്ക്ക് ജോലി നൽകും എന്നുള്ള ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് വളരെ ട്രഞ്ച് നിർമ്മാണം അടക്കം വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതായത് എൽദോസ് സ്ഥിരമായി നടന്നു പോകുന്ന ഒരു വഴിയാണ് ഇത്. ഞങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ, ഓരോ ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നാളെയും ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമെന്നാണ് ഈ സ്ഥലത്ത് പ്രതിഷേധവുമായി വന്ന നാട്ടുകാർ വളരെ വൈകാരികമായി കളക്ടറോടും ജനപ്രതിനിധികളോടും ചോദിച്ചു. ആനേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാണ്ട് ഈ നാട്ടുകാർക്ക് ഒരു രക്ഷയുണ്ടാവും. ഞാൻ നമ്മള് എന്ത് പറയാം, മാത്രമേ പരിഹാരമുള്ളൂ. സോളാർ ഫെൻസിംഗ് ജോലികൾ 21-ാം തീയതി ആരംഭിക്കും. ട്രഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ, അതായത് 8 കിലോമീറ്റർ പ്രദേശത്താണ് ട്രഞ്ച് നിർമ്മാണം ആവശ്യമായുള്ളത്. അത് ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകുന്നു. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ 5 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കും എന്നും കളക്ടർ ഉറപ്പ് നൽകി. RRT സംഘത്തിന് വാഹന സൗകര്യം അതൊരു പ്രധാന പ്രശ്നമാണ് ഈ മേഖലയിലെ, അതൊരുക്കും എന്ന് പറയുന്നു. ഇത്തരത്തിൽ കളക്ടർ നേതൃത്വത്തിൽ നടത്തിയ തീരുമാനം ഈ കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്,
പൈങ്കോട്ടൂർ പഞ്ചായത്തുകളിലെ കാട്ടുമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നിരുന്നതാണ്. ആനയെ കൂടാതെ പന്നിയും കുരങ്ങുമൊക്കെ ഈ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട്. ഈ പഞ്ചായത്തുകളിലെ റോഡുകളിലെല്ലാം കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. രാത്രി വീടിന് പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ജീവനോപാധികൾ അടഞ്ഞ മലയോര ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇത്തരത്തിൽ പലതവണയായി വനവകുപ്പിനെ അറിയിച്ചു, ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ വലിയ ജനരോഷം ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൽദോസ് എന്നും നടന്നു പോകുന്ന ഒരു വഴിയാണിത്. എൽദോസിന് അറിയാവുന്ന വഴിയാണ്. പക്ഷേ ഇങ്ങനെ വളരെ പെട്ടെന്ന് കാട്ടാന വന്ന് ആക്രമിക്കും എന്ന് എൽദോസിന് മനസ്സിലായിരുന്നില്ല. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എൽദോസിൻ്റെ മനുഷ്യ ശരീരത്തോട് ചെയ്യാനാവുന്നതെല്ലാം ആന എൽദോസിൻ്റെ ശരീരത്തോട് ചെയ്തു. കാരണം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതും വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകാത്തത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. പക്ഷേ ഇന്ന് തന്നെ ട്രഞ്ച് നിർമ്മാണം അടക്കം ആരംഭിക്കുമെന്നാണ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അത് നടന്നാൽ മാത്രമാണ് ഈ കാട്ടാനകൾ കാട് വിട്ട് നാട്ടിലേക്ക് കയറുന്ന പശ്ചാത്തലം ഒഴിവാകുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 ലക്ഷം രൂപ ഏതായാലും വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നൽകുകയും ചെയ്ത പശ്ചാത്തലം അതിനോടുകൂടി ചേർത്ത് വെക്കണം. 6 മണിക്കൂറോളം പ്രതിഷേധം നീണ്ടുനിന്നു. 1.5 മണിക്കൂർ ഈ പ്രതിഷേധക്കാരുമായി കളക്ടർ ചർച്ച നടത്തി. തുടർന്നാണ് ഒരു അനുരഞ്ജനം എന്ന നിലയിൽ ഏറ്റവും ഒടുവിൽ മൃതദേഹം കൈമാറാൻ തയ്യാറായത് നാട്ടുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പഞ്ചായത്തിലാണ് കോതമംഗലം കുട്ടമ്പുഴയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. കാട്ടാനയുടെ ആക്രമണം സ്ഥിരമായ ഒരു മേഖലയാണ് ഇത്. സ്ഥിരം കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും ഒടുവിലാണ് അതാ ഇപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടാവുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. രാത്രിയിലാണ് സംഭവം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഗുണ്ടാത്തലവൻ ഓം പ്രകാശ് അറസ്റ്റിൽ. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ ഗുണ്ടാ സംഘങ്ങളുടെ തമ്മിലടിയിലാണ് അറസ്റ്റ്. ഇന്നലെ രാത്രി കഴക്കൂട്ട് നിന്നാണ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തത്. BB അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ബാറിലെ സംഘടനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, നിരവധി കേസുകളുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ നഗരത്തിലൂടെയൊക്കെ വല്ലാതെ വിലസുകയായിരുന്നു. പോലീസുകാരുടെയൊക്കെ ഒത്താശ ഈ വിലസലിന് പിന്നിലുണ്ട് എന്ന ആരോപണവും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്? വലിയ സമ്മർദ്ദം പോലീസ് മേലുണ്ട്. കാരണം ഈ കേസിലെ മറ്റു പ്രതികളിൽ ഏതാണ്ട് 9 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഓംപ്രകാശിന്റെ എതിർ സംഘത്തിലുള്ള എയർപോർട്ട് സാജനും മകനും ഉൾപ്പെടെ മകൻ ഡാനിയും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. ഈ ഓംപ്രകാശിനെ നോട്ടീസ് നൽകിയിട്ടും രാത്രി വരെ പോലീസ് സ്റ്റേഷനിലെത്താനോ കീഴടങ്ങാനോ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് രാത്രിയോടുകൂടി ഓംപ്രകാശിനെ കഴക്കൂട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അയാൾ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അധികം വൈകാതെ രാവിലെ തന്നെ ഓംപ്രകാശിന് ജാമ്യം
നൽകും. മറ്റ് കേസുകളും അയാളുടെ പേരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാറണ്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓംപ്രകാശിന് ഇന്ന് ജാമ്യം കിട്ടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് നടത്തുന്നു. 75ഓളം പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത്. അതിൽ 10 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു. ബാക്കി കുറച്ചുപേരെ കൂടി ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നഗരത്തിൽ ഗുണ്ടകളുടെ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് ഒരു ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളുകളെ ബഹളമുണ്ടാക്കുന്നു പറഞ്ഞ അവിടെ പരിശോധനയ്ക്ക് പോയി പോലീസ് ഉദ്യോഗസ്ഥരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന സംഭവങ്ങളുണ്ടായി. പലയിടത്തും ഇത്തരത്തിൽ പോലീസ് ഈ ഗുണ്ടകൾ വിലസുന്നുണ്ട്. ഈ ഓംപ്രകാശ് തന്നെ ഈ ബാറിലെ സംഭവത്തിന് ശേഷം ഈ ഫിലിം ഫെസ്റ്റിവൽ വേദികളിലടക്കം മണിക്കൂറുകളോളം കറങ്ങി നടന്നിരുന്നു. അതും പോലീസിന് നാണക്കേടായ സംഭവമാണ്. ആ സാഹചര്യത്തിലാണ് ഓംപ്രകാശ് ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. കൂടുതൽ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു. ഗുണ്ടകളും പോലീസുകാരും തമ്മിലുള്ള വിശുദ്ധ ബന്ധം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ആ ഒരു ഹോട്ടലിലെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിരുന്ന് സത്കാരത്തിൽ മദ്യസത്കാരത്തിൽ ഗുണ്ടകളും പോലീസും ഒരുമിച്ച് പങ്കെടുത്തത് പോലീസിനാകെ നാണക്കേടായിരുന്നു. ആ വിഷയത്തിലും പോലീസിന്റെ അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ഈ ഗുണ്ടകളുടെ വിളയാട്ടം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അരുണ്. ബാറുകളിൽ സംഘടനമുണ്ടാകുന്നു, അല്ലാതെ ഇവർ തമ്മിലുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു, പോലീസുകാരുടെ സാന്നിധ്യം പോലും ഇവർക്കൊപ്പം ഉണ്ടാകുന്നു, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നു. അങ്ങനെ ഈ ഒരു അറസ്റ്റ് എന്നതിനപ്പുറം കാര്യമായ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നതല്ലോ. ഇവരിനിയും ജാമ്യത്തിൽ പുറത്തിറങ്ങും, വീണ്ടും പഴയ പ്രവർത്തനങ്ങൾ തുടങ്ങും, അവരുടെ വിലസൽ ആരംഭിക്കും. അങ്ങനെ അല്ലാതെ ഇവരെ പൂർണ്ണമായും അമർച്ച ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായും ഇവരെ അഴിക്കുള്ളിലാക്കുക, അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ എത്തില്ലല്ലോ. ഇതിനെയും സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാം. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകൾ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട കേസുകളിലെ പ്രതികൾ പോലും പോലീസിന്റെ കസ്റ്റഡിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും പെട്ടെന്ന് വളരെ വേഗം ജാമ്യം കിട്ടുന്നു. ഈ ഇഞ്ചക്കൽ സംഭവത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത്. കാരണം അവിടെ ആർക്കെങ്കിലും ഉറവേൽക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ ഈ വലിയ കുറ്റകൃത്യങ്ങൾ പിടിക്കുമ്പോൾ പോലും അവർക്ക് അധികം വൈകാതെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് സൂചിപ്പിച്ച പോലെ യഥേഷ്ടം പുറത്തു വരാനും വീണ്ടും ഇത്തരം ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടാനുമുള്ള അവസരം ഒരുക്കുന്നത്. ഈ ഒരു കേസിൽ പ്രതികൾക്കപ്പെട്ടാൽ തന്നെ അവരെ കസ്റ്റഡി എടുക്കുന്നത്, പ്രത്യേകിച്ച് ഓംപ്രകാശിനെ കഴിഞ്ഞ ഇതിനു മുമ്പ് പാറ്റൂരിൽ നടന്നൊരു ഒരാളെ വെട്ടിയതുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ അറസ്റ്റ് ചെയ്ത് തന്നെ മാസങ്ങൾ കഴിഞ്ഞാണ്. മാസങ്ങളോളം അയാൾ കേരളത്തിലും കേരളത്തിന് പുറത്ത് കർണാടകയിലും മുംബൈയിലും ഗോവയിലുമൊക്കെ ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ മാസങ്ങൾ നീണ്ട അന്വേഷണ ശേഷമാണ് ഓംപ്രകാശിനെ കസ്റ്റഡി എടുക്കാൻ പോലീസിനെ കഴിഞ്ഞത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. കൃത്യമായി ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ തന്നെ പോലീസ് അവരുടെ സാമ്പത്തിക വഴികളെല്ലാം അടയ്ക്കും, ബാങ്ക് അക്കൗണ്ടൊക്കെ മരവിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴും വളരെ കൃത്യമായി അവർക്ക് ആഡംബര ഹോട്ടലുകളിൽ താമസിക്കാനും വലിയ ആഡംബര ജീവിതം നയിക്കാനും ഒക്കെയുള്ള പണം ലഭിക്കുന്നു. അതിന് പോലീസിൽ നിന്ന് തന്നെ സഹായമുണ്ട് എന്ന തരത്തിലുള്ള വിമർശനമുണ്ട്. ഈ ഓംപ്രകാശ് നേരത്തെ രക്ഷപ്പെട്ടു പോയ സംഭവത്തിലുമൊക്കെ പാറ്റൂർ സംഭവത്തിലുമൊക്കെ അയാളുടെ സഹായിച്ച ആരൊക്കെ എന്ന കാര്യത്തിൽ അന്വേഷണം വേണം. രക്ഷപ്പെടാൻ സഹായിച്ചവർ, ഒളിവിൽ പാർക്കാൻ സഹായിച്ചവരൊക്കെ ആരെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നു. പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പക്ഷേ അതൊരു പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം ഓംപ്രകാശുമായിട്ടുള്ള നിരന്തര സമ്പർക്കമുള്ളവരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ ആ പട്ടിക പരിശോധനയിൽ തന്നെ വന്നപ്പോൾ ഞെട്ടിക്കുന്ന പേരുകളുണ്ട് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അതോടുകൂടി ആ അന്വേഷണം പാതി വഴി നിലച്ചു. അങ്ങനെ വളരെ കൃത്യമായി ഇത് ഒരു ഓംപ്രകാശിന്റെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഗുണ്ടാ നേതാക്കൾക്കൊക്കെ ഇത്തരത്തിൽ വലിയ സംരക്ഷണം പോലീസ് ഉന്നതരിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതാണ് സാഹചര്യം. ഏതായാലും ഓംപ്രകാശിനെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ രാത്രിയിലാണ് അറസ്റ്റ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലും സിറ്റിയിലുമൊക്കെ ഓംപ്രകാശിനെ ഒരുപാട് ആളുകൾ കണ്ടവരുണ്ട്. പക്ഷേ നമ്മുടെ പോലീസ് മാത്രം കുറേ ദിവസം ഓംപ്രകാശിനെ കണ്ടില്ല. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വന്നു, വലിയ സമ്മർദ്ദത്തിൽ. വി അരുൺ തുടരുന്നുണ്ട്. അരുണിലേക്ക് വരാം. തുടർച്ചയായ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്ന് നടക്കും. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിന്റെ ഭാഗമാകും. വി അരുൺ ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വാഹനാപകടങ്ങൾ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. വിവിധ കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട്. നമ്മുടെ റോഡിന്റെ അശാസ്ത്രീയത, അമിത വേഗത, മദ്യപിച്ചുള്ള വാഹനമോടിക്കൽ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താണ് ഗതാഗത മന്ത്രിയുടെ മനസ്സിലുള്ളത്? ഈ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചുകൂട്ടി ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ വേഗം സാധ്യമാകുന്ന ഒന്നാണോ? അത്ര വേഗം സാധ്യമാകുന്ന ഒന്നല്ല. എങ്കിൽ പോലും അപകടങ്ങളുടെ തോത് കുറയ്ക്കുക, എണ്ണം കുറയ്ക്കുക, അതിന്റെ ആഘാതം കുറയ്ക്കുക,
റോഡുകളുടെ അശാസ്ത്രീയത പലയിടത്തും പ്രശ്നമാകാറുണ്ട്. മന്ത്രി തന്നെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ ദേശീയപാത നിർമ്മാണ രീതിയെ വിമർശിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിലും പല പ്രശ്നങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളും തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അത്തരം തിരുത്തൽ നടപടികളാകാം ഒരുപക്ഷെ മന്ത്രി ഇന്ന് വിളിക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകാൻ പോകുന്നത്. സ്വാഭാവികമായും മറ്റു വകുപ്പുകളുടെ കൂടി പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ കൂടി പോലീസിന്റെ നിർണായകമായ ഇടപെടൽ വേണ്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം തുറ ചർച്ചകൾ ഉണ്ടാകും. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം ചർച്ചകൾ എവിടെയൊക്കെയാണ് ഈ അടിയന്തരമായ ശ്രദ്ധ വേണ്ടത്, ഈ പാലക്കാട് അപകടമുണ്ടായതുപോലെ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന അന്വേഷണം സ്വാഭാവികമായി ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയാണ്. കാരണം റോഡുകളുടെ ഇന്നത്തെ അവസ്ഥ, റോഡുകൾ അക്ഷരാർത്ഥത്തിൽ കുരുതിക്കളമാകുന്ന ഒരു അവസ്ഥയുണ്ട്. റോഡിലേക്ക് ഇറങ്ങിയാൽ തിരികെ വീട്ടിലെത്തുമെന്ന് ഉറപ്പ് ആർക്കും പറയാനാകാത്ത അവസ്ഥയുണ്ട്. കാൽനട യാത്രക്കാരായ കുട്ടികൾക്ക് പോലും നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ എല്ലാ തെറ്റിന് ഒരു വാഹനത്തിന്റെ ഒരു ഡ്രൈവറുടെയോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ ആ റോഡിന്റെയോ ഒക്കെ അപാകത കൊണ്ട് ആ ഒരു കുരുന്നു ജീവനുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. വലിയ അപകടങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു, ആലപ്പുഴയിലും അതുപോലെ തന്നെ. അത്തരത്തിൽ ഈ ഏതൊക്കെ തരത്തിൽ രാത്രി അപകടങ്ങൾ ഒരു പ്രധാന പ്രശ്നമാണ്. ഉറക്കം ഇല്ലാതെ ആളുകൾ ഓടിക്കുന്നതൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള റോഡുകളുടെ അശാസ്ത്രീയത, ഇപ്പോൾ ശബരിമല സീസൺ കൂടിയാണ്, നമുക്കറിയാം നിരവധി വാഹനങ്ങൾ വന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ശബരിമല സീസണിൽ ഉൾപ്പെടെ ഏതൊക്കെ തരത്തിൽ ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് പോകാമെന്ന ചർച്ചകളാകും പ്രധാനമായും ഇന്നത്തെ യോഗത്തിലുണ്ടാവുക. അതാണ് സാഹചര്യം. ഏതായാലും വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം സംസ്ഥാനത്തെ റോഡുകളിലുണ്ട്. റോഡുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു പരമ്പരയുണ്ട്. അതിൽ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ നാട്ടിലെ അപകട റോഡുകളുടെ കൃത്യമായ ചിത്രം പ്രേക്ഷകരെ വരച്ചു കാട്ടിയിരുന്നു. ഇന്നലെയും അപകടങ്ങൾ സംഭവിച്ചു. ഇതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ന് ഗതാഗത മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. 4 പേരുടെ മരണത്തിനിടയാക്കിയ പത്തനംതിട്ട മുറിഞ്ഞകല്ലിലെ അപകടത്തെക്കുറിച്ച് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമിടിച്ചാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കാൻ 6-അംഗ സമിതിയെ നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പ് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ. ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിക്കും. ചോദ്യപേപ്പർ വിതരണത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. MS സൊല്യൂഷൻസ് യൂട്യൂബിൽ ചാനൽ സംപ്രേഷണം നിർത്തി. തീരുമാനം ചോദ്യപേപ്പർ ചോർച്ചയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ടതായി ഉടമ ഷുഹൈബ്. ഓണപരീക്ഷ ചോർച്ചയിൽ അന്വേഷണം നടന്നതായി ഷുഹൈബ് പോലീസിന് മൊഴി നൽകിയിരുന്നു. സ്വിഗ്ഗി ജീവനക്കാർ സമരം പിൻവലിച്ചു. തൊഴിൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. 23-ാം തീയതി മാനേജ്മെന്റുമായി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാമെന്ന ഉറപ്പിലാണ് പണിമുടക്ക് പിൻവലിച്ചത്. തിരുവനന്തപുരത്ത് നിശ ക്ലബിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ 10 പേർ പിടിയിൽ. എയർപോർട്ട് സാജൻ, മകൻ ഡാനി എന്നിവർ അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. നോട്ടീസ് നൽകിയിട്ടും ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഹാജരായില്ല. ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ പോലീസ് തമ്മിലടിച്ച സംഭവത്തിൽ അന്വേഷണം. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സംസ്ഥാന പോലീസ് മേധാവി. സർക്കിൾ ഇൻസ്പെക്ടർമാർ മദ്യപിച്ച് തമ്മിലടിച്ചതായും ഗുണ്ടകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. വാർത്ത പുറത്തെത്തിച്ചത് ന്യൂസ് 18. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. എറണാകുളത്തു നിന്നാണ് 3 പേരെയും പിടികൂടിയത്. കൊലപാതകത്തിന് കാരണം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം. മരിച്ചത് റാന്നി സ്വദേശി അമ്പാടി സുരേഷ്. റോഡുകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധന ശക്തമാക്കും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുക. സംസ്ഥാന പാതകളിലും മറ്റു റോഡുകളിലും പുതുതായി AI ക്യാമറകൾ സ്ഥാപിക്കും. ഹൈവേകളിൽ 24 മണിക്കൂറും പട്രോളിംഗ്. തീരുമാനം ADGP മനോജ് എബ്രഹാം വിളിച്ച ഉന്നതതല യോഗത്തിൽ. എറണാകുളം കുട്ടമ്പുഴയിലേക്ക് വീണ്ടും ഒന്ന് പോകണം. അവിടെ ഇന്നലെ രാത്രിയാണ് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്.
ജനങ്ങൾ 8 മണിക്കൂറോളം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചു. തുടർന്ന് കളക്ടർ ചില ഉറപ്പുകൾ നൽകി. അതിനുശേഷമാണ് മൃതദേഹം വിട്ടു നൽകാനായത്. കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വിട്ടുകൊടുക്കുകയായിരുന്നു. എൽദോസ് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്, എൽദോസിന്റെ നാടാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുണ്ടാവില്ല. ആ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് അടക്കമില്ല എന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ്. ഡാനി ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ഡാനി, നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി 2 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കളക്ടർ എത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഇന്ന് ട്രഞ്ച് നിർമ്മാണം അടക്കം ആരംഭിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ വിശ്വസിച്ചാണോ ഇപ്പോൾ നാട്ടുകാരുള്ളത്? രഞ്ജിത്ത്, ഇത്തരം ഉറപ്പുകൾ ഈ പ്രദേശത്തുകാർ പലതവണ കേട്ടതാണ്. എങ്കിൽ കൂടിയും ഇന്നലത്തെ ഒരു സാഹചര്യമെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അത് അംഗീകരിക്കാനടക്കം തയ്യാറായത്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ കുടുംബത്തിന് സമാശ്വാസധനം ആ സ്ഥലത്ത് വെച്ച് തന്നെ ആ ചെക്ക് കൈമാറുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം വന്നതിന് ശേഷമാണ് കാര്യങ്ങളിലേക്ക് കടന്നത്. നമ്മളുള്ളത് ഈ സ്ഥലത്താണ്. ഇപ്പോൾ ഈ കാണുന്ന ഇടത്താണ് ഇന്നലെ എൽദോസിനെ കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ആ ഷീറ്റ് കിടക്കുന്നിടത്തായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചാണ് ഈ പ്രദേശത്ത് വെച്ച് ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് ഇതിലെ കടന്നുപോയവരാണ് പിന്നീട് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം ഈ സമയത്ത് എൽദോസിനൊപ്പം ബസ് ഇറങ്ങി നടക്കുകയായിരുന്ന പലരും തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എൽദോസ് അതിന് കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നീടാണ് ആളുകൾ തിരിച്ചെത്തുന്നതും ഇതുവഴി കടന്നു വന്നവരും ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വനമേഖലയാണ്, തീർത്തും വനമേഖല തന്നെയാണ്. ഇതിന് നടുവിലൂടെ ഒരു കോൺക്രീറ്റ് റോഡ് കടന്നു പോകുന്നു. ആളുകൾക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് കടന്നു പോകുന്ന ഒരു വഴി എന്നത് മാത്രമേ ഉള്ളൂ. ചുറ്റുപാടും മറ്റ് വൈദ്യുത പോസ്റ്റുകളുണ്ടെങ്കിലും ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും, തെരുവുകളൊക്കെ ഒന്നും ഇതുവരെ പലതും തന്നെ കത്തുന്നില്ല. മാത്രവുമല്ല ഈ സോളാർ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ നാമമാത്രമായ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ അത് പിന്നീട് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും കടന്നു പോകുന്നത്. കുറെ നാളുകളായി ഇവരെല്ലാവരും തന്നെ ഇത്തരം ഒരു ഭീഷണിയും കാര്യങ്ങളും എല്ലാം തന്നെ നേരിടുന്ന ആളുകളാണ് പ്രദേശത്തുള്ളത് അല്ലേ? നാളുകളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇവിടെ വർഷങ്ങളായി പറയുന്നതാണ് ഇവിടുത്തെ വഴിവിളക്കും ഈ ഫെൻസിങ്ങും. പെണ്ണൂർക്കുടിക്ക് ഉള്ള റോഡിലും ഇതേ അവസ്ഥ തന്നെയാണ്. നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ ഇത് ഈ സംഭവം ഉണ്ടായ പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോഴാണ് ഞങ്ങളാണ് ഇവിടെ വന്ന് ഇന്നലെ രാത്രി 2:30 വീട്ടിൽ പോകുന്നത്. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണ്ട് ഇവിടെ DFO വന്ന് തീരുമാനിച്ചാണ് വഴിവിളക്കും ഫെൻസിങ്ങും സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും അതിനൊരു തീരുമാനമായിട്ടില്ല. ഇന്നലെ കളക്ടർ പറഞ്ഞു ഇന്ന് പണി ഇവിടെ തുടങ്ങുമെന്ന് പറഞ്ഞാണ് ഫെൻസിങ്ങിന്റെ പണി. ആ വിശ്വാസത്തിലാണ് ഇന്നലെ രാത്രി ബോഡി വിട്ടുകൊടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. എന്ത് വിഷയം ഉണ്ടായാലും പണ്ട് ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങിന് രാത്രി മൊത്തം ഇരുന്ന് നേരം വെളുത്ത് 11 മണിയായപ്പോഴാണ് DFO ഇവിടെ വന്നത്. DFOയുടെ അമ്മയ്ക്ക് സുഖലാണ്ട് ആശുപത്രി കിടന്നപ്പോഴും DFO ഇവിടെ വന്ന് നുള്ളൊഴിച്ച് കാര്യമാണ് ഈ പ്രശ്നം തീർക്കാം എന്ന് പറഞ്ഞത്. രഞ്ജിത്ത്, ഇതിനു മുൻപ് ഈ മേഖലയിൽ തന്നെ ഇതിനു മുമ്പും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നേര്യമംഗലത്ത് കാട്ടാനാക്രമണത്തിലൊരു വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നത്. അവർക്ക് നേരെ ആന പനമരം മറിച്ചിടുകയായിരുന്നു. അങ്ങനെ നിരവധിയായ ആക്രമണ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വന്യജീവിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകുന്നു. അതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണം രക്തസാക്ഷി എന്ന രീതിയിലേക്ക് എൽദോസ് മാറുകയും ചെയ്യുന്നു. ഈ മേഖല നമുക്കറിയാം, ഈ ചുറ്റുപാടും നോക്കുമ്പോൾ ഈ പ്രദേശത്തെ തീർത്തും ഒരു സുരക്ഷിതമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇവിടെ ട്രെഞ്ച് ഉണ്ടാക്കുക, ഒപ്പം തന്നെ വൈദ്യുതി വേലി ഇവിടെ സജ്ജമാക്കുക എന്നൊരാവശ്യം. ഇന്നലെ ജില്ലാ കളക്ടർ ഉമേഷ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇവിടെ എത്തുകയും നാട്ടുകാരുമായി സംസാരിച്ച് അതിനുശേഷമാണ് മൃതദേഹം വിട്ടു നൽകാൻ അവർ അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇപ്പോൾ എൽദോസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അവിടെ രാവിലെ 9 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്യും. ഇവിടെ പ്രതിഷേധ സൂചമായി ഇവിടെ കുട്ടമ്പുഴയിൽ എല്ലാം തന്നെ പ്രാദേശികമായ ഒരു ഹർത്താൽ കാര്യങ്ങളെല്ലാം തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം, ഇതാണ് ഈ ഫെൻസിങ്, വൈദ്യുതി വേലി എന്നെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യങ്ങൾ ഇതാണ്. ഇതെല്ലാം തന്നെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം ഇത്
നേരത്തെയും തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ ഇല്ലാതാവുന്നത്. പക്ഷെ അതൊന്ന് പരിപാലിക്കാനോ പിന്നീട് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താനോ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പലകുറി പ്രതിഷേധവുമായെല്ലാം തന്നെ ഇവിടേക്ക് മുന്നിലെത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. പലപ്പോഴും ആളുകളുടെ ഒരു ആവശ്യങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ളൊരു പരിഗണനയോ ഒന്നും തന്നെയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന പരാതിയുണ്ട്. ഇതിനിടയിലാണ് ഈ സംഭവം എല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും ഇന്നലെ കളക്ടർ നൽകിയ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രകാരം ഉറപ്പുകൾ ഇങ്ങനെയാണ്. ഇവിടെ വൈദ്യുതി വിളക്കുകൾ അത് വൈകാതെ തന്നെ സജ്ജമാക്കുകയും ചെയ്യും, വളരെ അടിയന്തരമായി അത് സജ്ജമാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ട്രെഞ്ച് നിർമ്മാണം ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്യും. ഒപ്പം ഫെൻസിംഗ് ജോലികളുടെ നിർമ്മാണം തുടങ്ങും. ഇതിനെല്ലാം ഒരു അവലോകനം ഈ മാസം 27 നടക്കും എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം പ്രദേശവാസികൾ കുറിച്ച് നമ്മൾ പോകണം. നാളുകളായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ എല്ലാവരും തന്നെ പറയുന്ന കാര്യങ്ങൾ, പക്ഷെ ഒരു തീരുമാനത്തിലേക്ക് വരും ഇതുവരെ വന്നിട്ടില്ല. ഇനിയെങ്കിലും തീരുമാനം വരാതെ പറ്റത്തില്ല ഇവിടെ. ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനം പരിഹാരം കണ്ടിരിക്കണം. അതല്ലാതെ ഇനി ഞങ്ങളിവിടെ എങ്ങനെ പേടിച്ചിട്ട് കഴിയും? കൊച്ചു പിള്ളേരും ഒക്കെ ആയിട്ടാണ്. ഇവിടുന്ന് എത്രയോ പിള്ളേർ സ്കൂളിൽ പോകുന്നു, സ്കൂൾ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മേലെയൊക്കെ ആന വന്നാൽ എന്ത് ചെയ്യും? ഓടാനോ ഓടി രക്ഷപ്പെടാനോ ഒന്നും സാധിച്ചില്ല. ഇന്നലെ ആ ഒന്നാമത്തെ മനുഷ്യന് അയാളെ കൊണ്ട് ഓടാനോ രക്ഷപ്പെടാനോ ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് എത്രയും ഞങ്ങൾക്ക് ഇതിനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. വീണ്ടും ഇതുപോലെ പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരും. അവസ്ഥ തന്നെ വരും. പ്രതിഷേധം ഉണ്ടായിരിക്കും. വാക്കുകൾ പ്രകടമാണ്. കാരണം ഇത് ഉറപ്പുകളിൽ വിശ്വസിക്കുന്നു, പക്ഷെ അത് നടപ്പാക്കുക തന്നെ വേണം എന്നാണ് അവർ പറയുന്നത്. കാരണം അല്ലായെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് അടക്കം പിന്നെയും കടന്നു പോകേണ്ട ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. എത്രയും പെട്ടെന്ന് അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ തങ്ങൾക്ക് പ്രതിഷേധിക്കുക എന്നല്ലാതെ കാര്യങ്ങൾ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഉള്ളവർ ഈ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് തുടർന്ന് പോകുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ നടപടി, അവരുടെ ആവശ്യങ്ങളിൽ ഒരു നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ല എങ്കിൽ ഒരു പ്രതിഷേധക്കാർ വീണ്ടും തങ്ങൾക്ക് ഇന്നലെ അർദ്ധരാത്രി അടക്കമുണ്ടായിരുന്നത് പോലെ തന്നെ പ്രതിഷേധങ്ങളിലേക്ക് അവർക്ക് നീങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതാണ് ആ പ്രദേശ സാഹചര്യം. ജീവൻ കയ്യിൽ വെച്ചാണ് യാത്രയടക്കം അവിടുത്തെ ആളുകൾ നടത്തുന്നത്. ഏത് സമയത്തും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാം. പ്രത്യേകിച്ചും കാട്ടാനയൊക്കെ എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാവുന്ന ഒരു പ്രദേശമായി ഈ മേഖല മാറുന്നു. ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലൂടെ ആ ജനത കടന്നുപോകുന്നത്. ചരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്നലെ റെക്കോർഡ്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ഇന്നലെയാണ്. 93,034 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്ത് എത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി 19,110 പേർ സന്നിധാനത്തെത്തി. ഇന്ന് രാവിലെ 7 മണി വരെ 27,319 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. നമുക്കറിയാം, ശബരിമലയിൽ തിരക്കുകൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അപ്പോഴും കാര്യമായ പരാതികളൊന്നുമില്ലാതെയാണ്. കാര്യമായ പരാതികൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യമായ പരാതികളില്ലാത്ത ഒരു സുഗമമായ ഒരു തീർത്ഥാടന കാലം എന്നതും ശ്രദ്ധേയമാണ്. ആളുകൾക്ക് ദർശനം നടത്താനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസുകാരടക്കം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസുകാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവരൊക്കെ കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നുണ്ട്. ഭക്തർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലത്തെ, മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ, ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയ ഒരു ദിവസം കൂടിയാണ് ഇന്നലെ. അവരുടെ എണ്ണം എന്ന് പറയുന്നത് 93,034 തീർത്ഥാടകർ. 3034 തീർത്ഥാടകർ. ശ്രീജിത്ത്, ഇന്നും രാവിലെയും നല്ല തിരക്കാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. അത് വലിയ തിരക്കുണ്ട്. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത്. പക്ഷെ അപ്പോഴും ആളുകൾക്ക്
കൃത്യമായി ദർശനം നടത്തി പരാതികളില്ലാതെ മടങ്ങിപ്പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, ഇതുവരെയുള്ള സാഹചര്യം അങ്ങനെ തന്നെയാണ്. വലിയ തിരക്കുണ്ടാകുമ്പോൾ പോലും ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതായത് നടപ്പന്തലിലും മറ്റുമാണ് ക്യൂ ഉണ്ടാകുക. അതായത് ഈ തണലുള്ള മേൽക്കൂരയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭക്തർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. അത് അവർക്ക് വലിയൊരു ആശ്വാസമാകുന്നുണ്ട്. എന്തായാലും ഇന്നലെയാണ് തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. ഇന്ന് രാവിലത്തെ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാലും അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ 93,034 പേരാണ് സന്നിധാനത്ത് എത്തിയത്. സ്പോട്ട് ബുക്കിംഗിലും വലിയ ഉയർന്ന നിരക്കുണ്ട്. അത് ഏതാണ്ട് 20,000-നടുത്ത് 19,110 പേർ ഇന്നലെ സന്നിധാനത്ത് ദർശനം നടത്തി. ഡിസംബർ 5-നായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. അത് 92,562 പേരായിരുന്നു അന്ന് ദർശനത്തിനെത്തിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ ഏതാണ്ട് 80,000-നൊക്കെ അടുത്ത്, മഴയ്ക്ക് ശേഷം മഴ സമയത്ത് ഒരു 75,000 ഒക്കെ ആയിരുന്നു ഏതാണ്ടൊരു കണക്ക്. പക്ഷേ അതിനുശേഷം ഒരു 80,000-ലേക്ക് വീണ്ടും എത്തുന്നു. അത് പെട്ടെന്ന് 93,000-ലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കണക്ക്. അതായത് ഇനിയിപ്പോ മണ്ഡല പൂജയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ എണ്ണം, തിരക്ക് ഒക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെ ഇനിയുണ്ട് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. ഇന്ന് രാവിലത്തെ കണക്ക് നോക്കിയാലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. 27,319 ഭക്തർ 7 മണിവരെ ദർശനം നടത്തി എന്നുള്ളതാണ്. അതായത് സാമാന്യം ഭേദപ്പെട്ട വലിയ തിരക്കിലേക്ക് തന്നെ, ഇന്നലത്തേതിന് സമാനമായ രീതിയിലുള്ള തിരക്കിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇവിടെ നോക്കിയാൽ 18-ാം പടിക്ക് താഴെയും നല്ല ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ ഭാഗത്ത് ഇത്രയധികം തിരക്കുണ്ടാകാറില്ല. പക്ഷെ ഇന്ന് അവിടെയും തിരക്കുണ്ട് എന്നുള്ളതാണ്. 2 ക്യൂവും ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതായത് സന്നിധാനം ശബരിമല കൂടുതൽ തിരക്കുകളിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാവുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും തിരക്ക് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായും ഭക്തർക്ക് ഒരുപക്ഷെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇതുവരെയുള്ളത് ഏതാണ്ട് നിയന്ത്രിതമായ തിരക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു 1,00,000-ന് അപ്പുറത്തേക്കൊക്കെ പോയാൽ അത് വലിയ തിരക്ക്, വലിയ നീണ്ട ക്യൂ. ചില ദിവസങ്ങളിൽ ഇവിടെ മരക്കൂട്ടം വരെയൊക്കെ ക്യൂ ഉണ്ടായിരുന്നു. അവിടെ മുതലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമീപ ദിവസങ്ങളിലൊക്കെ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെ തിരക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് രഞ്ജിത്ത്. അതാണ്, ശബരിമലയിൽ തിരക്കുണ്ട്. മണ്ഡല പൂജയ്ക്കായുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 25-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മണ്ഡല തീർത്ഥാടന കാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടങ്ങി. 22-ന് ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങും. 23, 24 തീയതികളിൽ കർപ്പൂരാഴി, 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. തങ്കയങ്കിയുമായി ബന്ധപ്പെട്ടാലും സ്പെഷ്യൽ പോലീസ് ക്രമീകരണങ്ങൾ ഉണ്ടാവും. ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇതുണ്ടാവും. അവർ 25-നാണ് ഇവിടെ എത്തുന്നത്. 25-ന് വൈകുന്നേരം 5 മണിക്ക് അവരെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും. 6:30-ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. മണ്ഡലപൂജയ്ക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. ഇക്കാര്യത്തിൽ വിവിധ തട്ടിലുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. തീർത്ഥാടകരുടെ എണ്ണം കൂടിയാലും ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനാണ് ശ്രമം. പൂജകൾക്ക് ശേഷം 26-ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ മാസം 30-ന് നട തുറക്കും. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരി റെയിൽപാത പദ്ധതിയിൽ ഇന്ന് നിർണായക ചർച്ചയുണ്ടാകും. പദ്ധതി നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട ത്രികക്ഷി കരാർ ചർച്ചകൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാൻ തയ്യാറാണെന്നാണ് സംസ്ഥാന റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും റെയിൽവേയും റിസർവ് ബാങ്കുമാണ് ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കുക. സംസ്ഥാന വിഹിതം കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് റെയിൽവേക്ക് കൈമാറുന്നതാകും വ്യവസ്ഥ. 3,800 കോടിയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അങ്കമാലി മുതൽ എരുമേലി വരെയാണ് നിർദ്ദിഷ്ട പാത ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്, വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെ എതിർത്തിട്ടും മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ കാർബറണ്ടം കമ്പനിക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകാതെ സർക്കാർ.
ഒഴിഞ്ഞുപോകാൻ സ്വകാര്യ കമ്പനിക്ക് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ന്യൂസ് 18 കിട്ടി. കമ്പനിക്ക് നടത്തിപ്പവകാശം നീട്ടി നൽകിക്കൊണ്ടുള്ള കരാറിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചെങ്കിലും ഉത്തരവ് ഇറക്കാത്തത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും എതിർപ്പുയരുന്ന പശ്ചാത്തലത്തിലാണ്. കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി 30 വർഷം മുമ്പ് സർക്കാർ ഒപ്പുവെച്ച കരാറാണ് വരുന്ന 31-ാം തീയതി അവസാനിക്കുന്നത്. അതിനിടെ 25 വർഷത്തേക്ക് കൂടി കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. നിലവിൽ ഒരു യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് 50 പൈസ മാത്രമാണ് ചെലവ്. ഇടുക്കി, ശബരിഗിരി ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന് ആവശ്യമായ 30% വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് സംസ്ഥാനം പരിഹാരം കാണുന്നത്. ഇതിന് ചെലവഴിക്കേണ്ടി വരുന്നതാകട്ടെ ഭീമമായ തുകയും. 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതിക്കുള്ളത്. ഇത് സംസ്ഥാനം ഏറ്റെടുത്താൽ ഒരു വർഷം 3 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുന്നതിലൂടെ ഒരു യൂണിറ്റിന് 7 രൂപ നിരക്കിൽ ഒരു വർഷത്തേക്ക് സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം 21 കോടി രൂപ വരും. അങ്ങനെയിരിക്കെ സ്വകാര്യ കമ്പനിക്ക് 25 വർഷത്തേക്ക് കരാർ നീട്ടി നൽകിയാൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം 525 കോടി രൂപ വരെയാകുമെന്നാണ് പ്രതിപക്ഷ വിമർശനം. വ്യവസായം നാട്ടിൽ വരണം. വ്യവസായം വരുന്ന വ്യവസായികൾക്ക് മുഴുവൻ നാട്ടിലെ സ്വത്ത് കൊടുക്കണോ? നാട്ടിലെ ഗവൺമെന്റിന്റെ സ്വത്തുക്കളോ അല്ലെങ്കിൽ വൈദ്യുതി പദ്ധതികളൊക്കെ കൊടുത്തിട്ടാണോ വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ വ്യവസായികളുണ്ട്. എല്ലാവർക്കും കേരളത്തിലെ സ്വത്തുക്കൾ കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് അഴിമതിയാണ്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഒപ്പുവെച്ച ഫയലാ. രേഖാമൂലം പുറത്തിറങ്ങിയില്ലേലും മുഖ്യമന്ത്രി ആ ഫയൽ തിരിച്ചു വിളിച്ചിരിക്കുക. ഇത് സംബന്ധിച്ച് 2022 ഈ രേഖയിൽ പറഞ്ഞത് 2022 കത്തിടപാട് തുടങ്ങിയതാണ്. ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് KPCC അങ്ങനെ എല്ലാവരും ഈ വിഷയം ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഒന്ന് പുനർചിന്തനം നടത്തുവാൻ സർക്കാർ തയ്യാറായത്. 2 ദശാബ്ദത്തിനപ്പുറം സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം 4 ഇരട്ടിയിലേറെ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. 1994 യാഥാർത്ഥ്യമായ കരാറാണ് ഡിസംബർ 31 കാലാവധി പൂർത്തിയാക്കുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു. സർക്കാരിനുള്ളിലും ഭിന്നത വളരുകയാണ്. വ്യവസായ മന്ത്രിയുടെ നിലപാട് തള്ളി വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ UDF ഏകോപന സമിതി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിലാണ് യോഗം നടക്കുക. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ നേട്ടവും യോഗം ചർച്ച ചെയ്യും. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കില്ല. റിഫ്രഷ്മെന്റ് കോഴ്സിൽ പരാജയപ്പെടുന്നതിനെ കമാൻഡർ വിനീത് ഭയന്നത് കരിയറിൽ വലിയ തിരിച്ചടിയുണ്ടാകുമോ എന്നുകൂടി ഉള്ള ആശങ്ക കാരണമാണ്. ശാരീരികമായി ഏത് സാഹചര്യത്തെയും നേരിടാൻ കമാൻഡോകളെ തയ്യാറാക്കുമ്പോൾ അവർ മാനസികമായി തളർന്നു പോകുന്നത് ആരും തിരിച്ചറിയുന്നില്ല. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കമാൻഡോ വിനീതിന്റെ ആത്മഹത്യ. കൊടുങ്കാട്ടിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും ദിവസങ്ങളോളം തുടരേണ്ട അവസ്ഥ. നേർക്കുനേർ വെടിവെപ്പ് പോലെയുള്ള പോരാട്ടങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പ്. കൊടുങ്കാട്ടിലെ തിരച്ചിലുകൾക്കും രക്ഷാദൌത്യ ചുമതലകൾക്കും ശബരിമലയടക്കം ഏറെ ജനങ്ങളെത്തുന്നിടത്തുമെല്ലാം ഇവർ സേവനത്തിലുണ്ട്. മറ്റു സേനകളെക്കാൾ ശാരീരിക മാനസിക കരുത്തും ആരോഗ്യവും വേണം കമാൻഡോകൾക്ക്. ഇവർക്ക് ഇതുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് റിഫ്രഷ്മെന്റ് കോഴ്സുകൾ നടത്തുന്നത്. റിഫ്രഷ്മെന്റ് കോഴ്സുകളിൽ ശാരീരികമായി ഏറെ കാഠിന്യമുള്ള സാഹചര്യങ്ങളിലൂടെ കമാൻഡോകൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ കോഴ്സുകളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കമാൻഡോകളെ ബറ്റാലിയൻ അംഗങ്ങളാക്കി മാറ്റും. മറ്റ് സേനകളെക്കാൾ ശാരീരിക ക്ഷമത അത്യാവശ്യമായ കമാൻഡോ വിഭാഗത്തിൽ നിന്ന് മാറ്റിയാൽ ശമ്പള ആനുകൂല്യങ്ങളടക്കം എല്ലാം കുറയുകയും ചെയ്യും. വിനീത് റിഫ്രഷ്മെന്റ് കോഴ്സിലെ തിരിച്ചടികളെ വല്ലാതെ ഭയക്കാനുള്ള ഒരു കാരണവും ഇതുതന്നെയാകും. ഇതിൽ അലവൻസ് എന്ന് പറയുന്നത് ഈ LWE ആക്ടിവിറ്റീസിന്റെ, അത് ANF ആന്റി നക്സൽ ഫോഴ്സിന്റെ അലവൻസ് എന്ന് പറയുന്നത് കമാൻഡോ ഓപ്പറേഷൻസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ആ ശാരീരികക്ഷമത ആവശ്യമുള്ളവർക്കുമാണ്. അപ്പം അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ അവരുടെ റൂൾസ് പ്രകാരം തന്നെ അവർ തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ അതിൽ ക്ഷമതയില്ലാത്തവർ അതിൽ നിന്ന് മാറ്റുമ്പോൾ, കാരണം നോർമൽ പോലീസിനേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. ഇനി അതെല്ലാം അദ്ദേഹത്തിന് അഫക്ട് ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ചുള്ള ഭീതി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടും. എന്നാൽ ശാരീരികമായി ഏത് സാഹചര്യത്തെയും നേരിടാൻ കമാൻഡോകളെ തയ്യാറാക്കുമ്പോൾ അവരുടെ മാനസിക ബലം കൂടി അതിനു തക്കവണ്ണം ഉയർത്തേണ്ടതുണ്ട്. അവർ മാനസികമായി തളർന്നു പോകുന്നത് ആരും തിരിച്ചറിയുന്നില്ല എന്നതാണ് വസ്തുത. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് വിനീതിന്റെ ആത്മഹത്യ.
പോലീസിന്റെ മാനസികാരോഗ്യം ഉയർത്തുവാൻ കൈക്കൊള്ളുന്ന നടപടികൾ റിസർവ് ബറ്റാലിയൻ അംഗങ്ങൾ കൂടി നിർബന്ധമായും നടപ്പിലാക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ ഇന്നത്തെ ഒരു ബ്രീഫിംഗിന്റെ സ്കോപ്പിൽ വരുന്ന ഒരു ഹാബിറ്റിൽ വരുന്ന കാര്യങ്ങളല്ല, മൊത്തം കേരള പോലീസിനെ അഫക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ശ്രദ്ധയിൽ വരുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് ബീങ് ടേക്കൻ സീരിയസ്ലി. ഈ ഒരു ഇടത്തിന്റെ കോസ്റ്റും റീസൺസും എല്ലാം തന്നെ പരിശോധിക്കപ്പെടും. മറ്റാംഗിളുകളും എല്ലാത്തിനും ഒതുക്കി പരിശോധിക്കപ്പെടും. 10 വർഷത്തിലധികം റിസർവ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചാൽ അവരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നിലവിൽ തുടരുന്ന രീതി. 13 വർഷം കഴിഞ്ഞിട്ടും വിനീത് അടക്കമുള്ളവർ പോലീസ് സേനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. വിനീതിന്റെ ആത്മഹത്യയെ രക്തസാക്ഷിത്വം ആക്കിക്കണ്ട് അധികൃതർ ഇനിയെങ്കിലും നടപടിക്രമങ്ങളിലെ പിഴവുകൾ പരിഹരിക്കണം. പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ സ്വജീവൻ സ്വയം ത്യജിക്കുന്നത് തടയാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ആര്യാട് സ്വദേശിയായ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈ പ്രസവത്തെ തുടർന്ന് തളർന്നുപോയ സംഭവത്തിലാണ് കേസ്. ഇതോടെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്യുന്ന 3ാമത്തെ കേസാണിത്. കുട്ടിയുടെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ആര്യാട് സ്വദേശികളായ രമ്യ ആകേഷ് ദമ്പതികൾക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നത്. വൈകിട്ട് 7:55ഓടെ കുഞ്ഞിനെ വാക്വം ചെയ്ത് ഡോക്ടർ പുഷ്പ പുറത്തെടുക്കുകയായിരുന്നു. വാക്വം ഡെലിവറിക്കിടെ കുഞ്ഞിന്റെ വലത് കൈയുടെ നാഡികൾക്ക് പരിക്ക് പറ്റിയിരുന്നു. ബ്രാക്കൽ പ്ലെക്സസ് ഇഞ്ചുറി സംഭവിച്ച കുഞ്ഞ് പിന്നീട് കൈ തളർന്നു പോകുന്ന അവസ്ഥയായ എറിസ് പാൾസി എന്ന രോഗാവസ്ഥയിലേക്ക് മാറി. നമ്മള് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കും നേരെ ആകാനായിട്ട്. ഈ ഭാഗത്തിന്റെ തന്നെ മടക്കത്തുമില്ല, ഈ കൈ വിരലിങ്ങനെ നിവർത്തത്തുമില്ല, ഇങ്ങനെ തളത്തിട്ടിരുന്നുണ്ട്. തന്നെ പൊക്കി മടക്കത്തുമില്ല, കൈ മടക്കില്ലല്ലോ. ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ് നവജാത ശിശു. ഇപ്പോൾ കുട്ടിക്ക് കൈ ഉയർത്താനോ വസ്തുക്കളിൽ പിടിക്കാനോ ഒന്നും കഴിയില്ല. ഡോക്ടറുടെ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിരുന്നു. തുടർന്നാണ് സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തത്. പ്രസവ സമയം ഡോക്ടർ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതാണ് കുഞ്ഞിന് പരിക്കേൽക്കാൻ കാരണമെന്ന് FIR വ്യക്തമാക്കുന്നു. ആകേഷ് രമ്യ ദമ്പതികളുടേതിന് സമാനമായി റെയിൽവേ സ്റ്റേഷൻ സ്വദേശി വിഷ്ണുവിന്റെ പരാതിയിലും പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തിരുന്നു. കൈ തളർന്നുപോയ 2 കുട്ടികളുടെ മാതാപിതാക്കൾ പരാതിയുമായി പ്രത്യക്ഷത്തിലെത്തിയിട്ടും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുവെന്ന് ആവർത്തിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. പ്രതിപക്ഷത്തിന് ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ആലോചന. അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്ത അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്നു തന്നെ ബിൽ അവതരിപ്പിക്കാനാണ് BJP നീക്കം. MPമാർ നിർബന്ധമായും ഹാജരാകണമെന്ന വിപ്പ് BJP നൽകിയിട്ടുണ്ട്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാവും 129ാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുക. ശേഷം ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണിത്. ഭരണഘടനയിൽ 82A ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയും സഭാ കാലാവധി സംബന്ധിച്ചടക്കം 4 ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്തുകയും വേണം. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ പാസ്സാവാൻ ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷം വേണം. നിലവിൽ അതില്ലാത്ത സർക്കാർ ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത് മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി ആരോപിച്ചു. महत्वपूर्ण विधेयक जो परिवर्तन के लिए लाना चाहते हैं, इस सरकार अपनी तानाशाही से बाज नहीं आ रही. उसे पहले सर्वदलीय बैठक बुला के इस पर चर्चा करनी चाहिए थी. और ऐसे भी आज है 1 इलेक्शन 1 नेशन, फिर होगा 1 नेशन 1 पार्टी, और फिर होगा 1 नेशन 1 लीडर. तो जो मंसूबे हैं उनको हम कभी पूरे नहीं होने देंगे. संविधान में संशोधन करना पड़ेगा. कहाँ से लाएंगे 2/3 बहुमत? तो
तो ये तो एक सिगुफेबाजी है। ये लाके किसी के हवाले कर देंगे, चर्चा चलती रहे, लोगों का ध्यान महंगाई, बेरोजगारी, देश में मणिपुर की समस्या, अडानी की समस्या से लोगों का ध्यान खींचता रहे। രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് പ്രതിപക്ഷം. എന്നാൽ ഭാരിച്ച തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനും രാജ്യവികസനത്തിനും സഹായിക്കുന്ന നിയമമെന്ന് ബിജെപി നേതാവ് അശോക് ചവാൻ പ്രതികരിച്ചു. देखिए, सरकार ने ये फैसला मोदी जी ने के नेतृत्व में किया है और बिल्कुल सही है। देश में जो चुनाव हो रहे हैं वो पूरे 5 साल जब चुनाव चलते हैं तब कोड ऑफ कंडक्ट लगता है, पैसा भी अधिक से लगता है और ठीक है, राजनीतिक हालात हर स्टेट में अलग हो सकते हैं। सवाल ये है कि वन नेशन वन इलेक्शन हो जाएगा तो काम करने में उसकी बहुत ही उसमें फायदा होगा, पैसे की बचत भी होगी और मैं समझता हूँ देश के हित में होगा। പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പ്രിയങ്ക ഗാന്ധിയുടെ ബാഗിനെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ വിവാദം. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചിത്രം പതിച്ച ബാഗുമായാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തിയത്. കോൺഗ്രസ് കുടുംബം എന്നും തൂക്കുന്ന പ്രീണന ബാഗാണ് ഇതെന്നായിരുന്നു ബിജെപിയുടെ പരിഹാസം. അതൊരു പ്രഖ്യാപനമായിരുന്നു, പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം. മുറിച്ച തണ്ണിമത്തൻ ചിത്രവും ഒലീവില കുത്തിപ്പിടിച്ച പ്രാവും മാത്രമല്ല, പലസ്തീൻ എന്ന വലിയ എഴുത്തും ആലേഖനം ചെയ്ത തോൾസഞ്ചി. ഇന്ത്യയുടെയും കോൺഗ്രസിന്റെയും എക്കാലത്തെയും നിലപാടിന്റെ ആവർത്തനം. കോൺഗ്രസ് നേതാവും ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളുമായ പ്രിയങ്ക ഗാന്ധി ഇത് ചെയ്യുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി ഓർമ്മിക്കപ്പെടും. അവർ എന്റെ മൂത്ത സഹോദരിയാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല, പലസ്തീൻ വിമോചന പോരാളികളുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവും PLO ചെയർമാനുമായിരുന്ന യാസർ അറാഫത്താണ്. 1974 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിച്ച ആദ്യ അറബിതര രാജ്യമാണ് ഇന്ത്യ. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു മുതലുള്ള ഹൃദയബന്ധമാണ് ഇന്ത്യയും പലസ്തീനുമായുള്ളത്. ഇന്ത്യയുടെ ഔദ്യോഗിക നയം ഇന്നും അതുതന്നെയാണ്. പക്ഷേ ബിജെപിയുടെ പൊതുനിലപാട് പലസ്തീനേക്കാൾ ഇസ്രായേൽ അനുകൂലമാണ്. You want to say something? Why are you carrying this bag? I've said many times what my beliefs are regarding this. And if you look at my Twitter handle, all my comments are over there. They say that the parliamentarians can't carry this. Who's going to decide what clothes I wear now? Who's going to decide that? That's typical patriarchy, that you decide what clothes women wear also. ചർച്ചയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവമാകണം പ്രിയങ്ക പലസ്തീൻ ഐക്യദാർഢ്യ ബാഗുമായി പാർലമെന്റിലെത്തിയത്. എന്നാൽ കോൺഗ്രസ് കുടുംബത്തിന്റെ പ്രീണന ബാഗാണിതെന്നായിരുന്നു BJP നേതാവ് സംബ്രീത് പത്രയുടെ പരിഹാസം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു കാരണം ഇതാണെന്നും സംബ്രീത് പത്ര പറഞ്ഞു. മുസ്ലിം രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതെന്ന BJP ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വരും ദിവസങ്ങളിൽ വിവാദവും ചർച്ചയുമാകുമെന്ന് ഉറപ്പ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ മന്ത്രി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മുതിർന്ന നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത്. ശിവസേനയുമായുള്ള വകുപ്പ് വിഭജന തർക്കങ്ങൾക്ക് പുറമെയാണ് BJPയിലെയും ശിവസേനയിലെയും NCPയിലെയും മുതിർന്ന നേതാക്കളുടെ പരസ്യ വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തെയും ആഭ്യന്തര വകുപ്പിനെയും ചൊല്ലി കലഹിച്ചെങ്കിലും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല. എന്നാൽ മന്ത്രിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നേതാക്കൾ പക്ഷേ ഷിൻഡെയുടെ വഴിയല്ല സ്വീകരിച്ചത്. മന്ത്രിസ്ഥാനം നൽകിയില്ലെന്ന് കരുതി താൻ ഇല്ലാതാകുന്നില്ലെന്ന് പറഞ്ഞ NCPയിലെ മുതിർന്ന നേതാവ് ഛഗൻ ഭുജ്ബൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ നാസിക്കിലേക്ക് മടങ്ങി. अभी तो वो तो जो है जो पार्टी के हमारे जो नेता है उनका निर्णय होता है तो उसके बारे में क्या कहेंगे. ആദ്യം ഉൾപ്പെട്ട തന്റെ പേര് അവസാനം ദുരൂഹമായി ഒഴിവാക്കപ്പെടുകയായിരുന്നുവെന്ന് മുൻ മന്ത്രിയും BJP നേതാവുമായ സുധീർ മുൻഗന്തിവാൾ പറഞ്ഞു. मुझे तो कोई जानकारी नहीं है, वो तो आप ही बता सकते हो क्या उसका नाम कटने का कारण क्या है, ये मुझे पता नहीं. अब वो आने वाले दिनों में समझ में आएगा तो आएगा. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് ശിവസേന MLA നരേന്ദ്ര ഭൊണ്ടേക്കർ പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചു. ഓരോ ജാതിക്ക് മന്ത്രിമാരെ വീതിച്ചു നൽകുന്ന ബീഹാർ രീതിയാണ് മഹായുതി നേതാക്കളുടേത് എന്നായിരുന്നു ശിവസേന MLAയും മുതിർന്ന നേതാവുമായ വിജയ് ശിവതേരയുടെ വിമർശനം. വകുപ്പ് വിഭജനം ഒരു വഴിക്ക് പ്രതിസന്ധിയായി തുടരുമ്പോഴാണ് മറ്റൊരു വഴിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാത്ത MLAമാരുടെ പരസ്യ പ്രതികരണം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സിറിയയിലെ അട്ടിമറിയിൽ ആദ്യ പ്രതികരണവുമായി ബാഷർ അൽ അസദ്. സിറിയയിൽ നടന്നത് തീവ്രവാദ പ്രവർത്തനമാണ്, വ്യോമത്താവളം ആക്രമിച്ചപ്പോഴാണ് രാജ്യം വിടേണ്ടി വന്നതെന്നും അസദിന്റെ പേരിൽ ഇറങ്ങിയ സമൂഹമാധ്യമ വാർത്താക്കുറിപ്പിൽ പറയുന്നു.
സിറിയയിൽ വിമതരുടെ അട്ടിമറിയെ തുടർന്ന് നാടുവിടേണ്ടി വന്ന പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ആദ്യ പ്രതികരണമാണ് പുറത്തുവന്നത്. മോസ്കോയിൽ അഭയം തേടി 9ാം ദിവസം വാർത്താക്കുറിപ്പിലൂടെയാണ് പ്രതികരണം. സിറിയയിൽ നടന്നത് തീവ്രവാദ പ്രവർത്തനമാണ്. സിറിയ വിടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നില്ല. തീവ്രവാദികൾക്കെതിരെ പൊരുതുകയായിരുന്നു ലക്ഷ്യം. ഡിസംബർ 8 പുലർച്ചെ വരെ ദമാസ്കസിലായിരുന്നു. റഷ്യൻ വ്യോമത്താവളം ഭീകരർ ആക്രമിച്ചപ്പോഴാണ് രാജ്യം വിടേണ്ടി വന്നത്. വ്യോമത്താവളത്തിൽ ആക്രമണമുണ്ടായതോടെ റഷ്യൻ അധികൃതർ തന്നെ മാറ്റുകയായിരുന്നു. ഭീകരരുടെ കൈയിലകപ്പെട്ടാൽ രാജ്യത്ത് തുടരുക അസാധ്യമെന്നും ബഷർ അൽ അസദ് പറഞ്ഞു. സിറിയൻ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ ഇടിവുണ്ടാകില്ല. സിറിയ സ്വതന്ത്രമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. താൻ രാജ്യം വിട്ടതിനെക്കുറിച്ച് പുറത്തുവരുന്ന അസത്യങ്ങളുടെ കുത്തൊഴുക്കിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പറയാൻ നിർബന്ധിതനായതെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് വിശദീകരണം വൈകിയതെന്നും അസദ് വിശദീകരിക്കുന്നു. അട്ടിമറിയിൽ പുറത്താക്കപ്പെട്ട അസദ് $250 മില്യൺ മോസ്കോയിലേക്ക് കടത്തിയെന്നും അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അസദിന്റെ പേരിൽ വാർത്താക്കുറിപ്പ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓരോ ചലച്ചിത്രമേളയും ഓരോ കാലത്തും ഏറെ വ്യത്യസ്തമാണ്. ഇത്തവണയുമുണ്ട് അത്തരം വ്യത്യസ്തമായ മനുഷ്യരും വ്യത്യസ്തമായ കാഴ്ചകളും. കാണാം ക്യാമറ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ടാഗോർ തിയേറ്ററിലെ മിനിയേച്ചർ കാഴ്ച. 1895 ലൂമിയർ സഹോദരന്മാർ സിനിമോട്ടോഗ്രാഫിക്ക് തുടക്കം കുറിച്ചു. സെക്കൻഡിൽ 16 ഫ്രെയിം വരുന്ന ഒരു സംവിധാനത്തിനാണ് അന്ന് തുടക്കം കുറിച്ചത്. പക്ഷേ ആ സംവിധാനത്തിന്റെ രൂപം മാറി, ഭാവം മാറി, എല്ലാം മാറി. ആ ഒരു മാറ്റത്തിന്റെ ചരിത്ര പ്രദർശനം കൂടിയാണ് IFFKക്ക് വേദിയാവുന്നത്. മോഹനൻ ചേട്ടന്റെ ആദ്യത്തെ IFFK വേദിയല്ല ഇത്. പക്ഷേ ഇത്തവണത്തെ IFFK മോഹനൻ ചേട്ടന് ഏറെ വ്യത്യസ്തവും വേറിട്ട അനുഭവമാണ്. ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ വേണ്ടി വരികയും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എൻ്റേതായിട്ടുള്ള വർക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ജനങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ആഗ്രഹിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് അതിയായ തൃപ്തിയുണ്ട്. സിനിമാ കൊട്ടകയുടെ ഒരു ചരിത്രമുണ്ടിവിടെ. സിനിമ പിറക്കുന്ന, ചിത്രം പിറക്കുന്ന ചരിത്രം. ആ ചരിത്രം പുതുതലമുറയ്ക്ക് അത്ര തന്നെ പരിചിതമാണോ? ഒരു പഴമയിൽ നിന്നും പുതുമ വന്നോട്ടെ എന്ന് വിചാരിച്ച് ഇന്നത്തെ ജനറേഷനും കൂടെ കുറച്ച് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പഴയ മൺമറഞ്ഞു പോയ, ചുരുക്കത്തിൽ അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ, നമ്മളിൽ നിന്നും ഫീൽഡിൽ നിന്നും വിട്ടുപോയ ആ ക്യാമറയെ പറ്റി ഒരു 3 ക്യാമറ മാത്രം കണക്കിലെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മിനിയേച്ചർ ചെയ്ത് പൂർത്തിയാക്കി അത് വരും തലമുറയ്ക്കും കൂടി ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 3 കാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന മിനിയേച്ചറുകളാണിവിടെ. ഇത് മിക്സൽ ക്യാമറ എന്നാണ് ഇതിൻ്റെ പേര്. അത് ഏകദേശം ഒരു 100 വർഷത്തോളം പഴക്കമുണ്ടാവും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കാണുന്നതാണ് ആരിഫ്ലെക്സ്. അതും ഒരു 1950 കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. പിന്നെ അതിന് പനാവിഷൻ, അതും അതിനടുത്തൊക്കെ തന്നെയാണ് വരുന്നത്. 60-50 കാലഘട്ടത്തിലാണ് വരുന്നത്. അടുത്ത IFFK വേദിയിലും മോഹനൻ ചേട്ടനുണ്ടാകും. ക്യാമറ ചരിത്രത്തോടൊപ്പം സിനിമാ പ്രേമികളെ കയ്യിലെടുക്കുന്ന മറ്റൊരു പുത്തൻ വിദ്യയുമായി. ഈ കാണുന്നതെല്ലാം ഓരോ കാലത്തിന്റെ അടയാളങ്ങളാണ്, ഓരോ ഘട്ടത്തിന്റെ ചരിത്രങ്ങളുമാണ്. ക്യാമറ പേഴ്സൺ ഹരികൃഷ്ണനൊപ്പം ദിൽന ദിനേശ്, ന്യൂസ് 18. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.